അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹോം മേക്കറായിട്ട് മാറാൻ വേണ്ടി നമുക്ക് എങ്ങനെ പറ്റും, എന്താണ് അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നുള്ളതാണ്. വേറെ ഒന്നും ചെയ്യേണ്ട, സംഗതി സിമ്പിളാണ്. അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ അല്ലേ. ജോലിക്ക് പോണവരായാലും വീട്ടമ്മമാരായാലും എല്ലാവരും ഹോം മേക്കേഴ്സ് ആണ് അല്ലേ. ഈ ഹോം മേക്കിംഗ് എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയല്ല. അപ്പോൾ എല്ലാ ദിവസവും ഒരു ഓട്ടപ്പാച്ചിലാണ്, ഒരു സമയം തികയാത്ത പോലെ നമ്മൾ ഈ ഒരു പരക്കപ്പാച്ചിലാണ് അല്ലേ. ഈ ഒരു കളി അവസാനിപ്പിക്കാം. നമുക്ക് സമയമില്ല എന്നുള്ള ആ ഒരു പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിലുള്ള ടൈമിനെ ഓരോ ദിവസത്തെ, അതായത് ഓരോ ദിവസത്തെ 24 മണിക്കൂറിനെയും ആ ഒരു ടൈമിനെ ഒരു ഇരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണത്, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് നമ്മളെ ടൈം വേസ്റ്റ് ആവണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ തിരുത്തി വരുത്തിയാൽ നമ്മൾ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹോം മേക്കറായിട്ട് നമുക്ക് മാറാൻ പറ്റും. അപ്പോൾ എന്നാൽ പിന്നെ തുടങ്ങിയാലോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണതിൻ്റെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പനീർ ചില്ലിയും അതുപോലെ തന്നെ ചപ്പാത്തിയാണ് കേട്ടോ. നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. ഇതിൻ്റെ റെസിപ്പി, പനീർ ചില്ലിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യട്ടെ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അല്ല, അപ്പോൾ ആ പരിപാടി അവിടെ നടക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ടോപ്പിക്കിൽ നിന്ന് മാറി വഴി സഞ്ചരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ടോപ്പിക്കിലേക്ക് തിരിച്ച് വരാം. അപ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മളെ ലൈഫിൽ ഇതുപോലെ ടൈം വേസ്റ്റ് ചെയ്യണ കുറേ സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യണത്. അതിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മൾട്ടി ടാസ്ക് ചെയ്യണം. അപ്പോൾ മൾട്ടി ടാസ്ക് ചെയ്യണത് നല്ലതല്ല. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ആവില്ലല്ലോ. ടൈം നമുക്ക് കൂടുതൽ കിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണക്കിന് നോക്കുമ്പം ടൈം കൂടുതൽ കിട്ടും. പക്ഷേ ചില പ്രവൃത്തികൾ ചെയ്യുമ്പം അഡപടൽ നമ്മളെ കയ്യിൽ നിന്ന് പോവും. അപ്പോൾ ഈ മൾട്ടി ടാസ്ക് ചെയ്യണ സമയത്ത് നമ്മൾ അതിന് തിരഞ്ഞെടുക്കുന്ന പ്രവൃത്തികൾ അത് നമ്മൾ വിവേകത്തോടെ തിരഞ്ഞെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ള അവസ്ഥയിലായിപ്പോവും. ഉദാഹരണം ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഒരു കാര്യം പറയാൻ കേട്ടോ. ചില ആൾക്ക് ഈ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ നല്ല കഴിവുള്ള ആൾക്കാരുണ്ടാവും. അത് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു കഴിവ് ഉണ്ടാക്കിയെടുത്തതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അധികം മൾട്ടി ടാസ്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഫുള്ള് കയ്യിൽ നിന്ന് പോയി കോളായി കിട്ടലുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ഉണ്ട് കേട്ടോ. ചില പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മൾട്ടി ടാസ്കിങ് കുറച്ചും കൂടി ഈസി ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അതിൽ തന്നെ ഇപ്പം ചായക്ക് വെള്ളം വെച്ചിട്ട് അത് തിളക്കണ വരെ ആ ഒരു ചായൻ്റെ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ചോറിന് വെള്ളം വെച്ചിട്ട് അത് തിളക്കണ വരെ അതിലേക്ക് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള ഈ പാത്രങ്ങൾ, സിങ്കിൽ കുറേ പാത്രങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാൻ പറ്റും. അപ്പം അങ്ങനെ ആ ഒരു സ്ഥലം വിട്ട് അപ്പാട് അതിനവിടെ അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് വേറെ ഏതെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അടിച്ചു വരാനും, അകം മൊത്തം അടിച്ചു വരാൻ, അല്ലെങ്കിൽ മേലത്തെ ഭാഗം അടിച്ചു വരാനൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നമ്മളെ മൈൻഡിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യും. നമ്മൾ വിചാരിച്ച പോലെ ആ ഒരു സമയത്ത് നമുക്ക്, ആ ഒരു കുക്കിങ്ങിൻ്റെ സമയത്ത് നമുക്ക് അങ്ങോട്ട് എത്താണ്ടാവും ചെയ്യും. നമ്മളെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. ആ ഒരു ടൈമും എനർജിയും ഒക്കെ നമുക്ക് വേസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ട് കുറച്ച് എന്തൊക്കെയോ അവിടെ ഇവിടേക്ക് ആയിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, സംഗതി ഇത്രയേ ഉള്ളൂ. ഒന്നാമത് നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേക കഴിവാണ് ഈ മൾട്ടി ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വിവേകത്തോടെ, ആ മൾട്ടി ടാസ്ക് ചെയ്യുന്ന പ്രവൃത്തികൾ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സംഗതി ഗോവിന്ദയാണ്. അപ്പോൾ ഇനി മുതൽ വേഗം ജോലി തീർക്കാമെന്ന് വിചാരിച്ച് ഈ മൾട്ടി ടാസ്കിങ് പെട്ടെന്ന് ചെയ്ത് തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ടൈം വേസ്റ്റ് ആവുന്നുള്ള കാര്യം ഓർമ്മിക്കുക. അതനുസരിച്ചിട്ടുള്ള മൾട്ടി ടാസ്കിങ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത നമ്മളെ ടൈം വേസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവളെ എന്ത് ഇരട്ടത്താപ്പ് വർത്താനാണ് ഈ പറഞ്ഞു കുത്തിരിക്കണതെന്ന്. വേറൊന്നല്ല, ഏറ്റവും വലിയ വില്ലൻ അധിക ആൾക്കാരും ഈ ടൈം വേസ്റ്റ് ആക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയേൻ്റെ ഉപയോഗമാണ് അല്ലേ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയേൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇരട്ടത്താപ്പാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്ത് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൽ നിന്ന് എനിക്കൊരു വരുമാനം കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു ജോലിയായിട്ട് ഞാൻ കണ്ട്, അതിൽ ഒരു വരുമാനം കിട്ടുന്ന ഒരു ജോലിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൽ എൻ്റെ ലൈഫിൽ അതൊരു പോസിറ്റീവ് പ്രോഗ്രസ് ആണ് നടക്കുന്നത് അല്ലേ. നേരെ മറിച്ച് യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിപ്പോൾ എൻ്റെ വീഡിയോ ആണെങ്കിൽ കൂടി അത് ഇപ്പോൾ കാണണോ, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് ചെയ്യാനുള്ള ഈ ഒരു പണി ചെയ്ത് തീർത്തതിന് ശേഷം കണ്ടാൽ മതിയോ, അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഈ ഒരു ടോപ്പിക്ക് കണ്ടു കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും ഗുണമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സോഷ്യൽ മീഡിയനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സോഷ്യൽ മീഡിയ ഒരു വില്ലനായിട്ട്, ടൈം വേസ്റ്റ് ചെയ്യണതിൻ്റെ കാര്യത്തിലൊരു വില്ലനായിട്ട് മാറൂല. നേരെ മറിച്ച് സോഷ്യൽ മീഡിയ ആണ് നമ്മളെ കൺട്രോൾ ചെയ്യണമെന്നുള്ള ആ ഒരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഒരു അഡിക്ഷൻ എന്നുള്ള രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊരു മോചനം, അല്ലെങ്കിൽ അതിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് പോരുക എന്നുള്ളത്
കുറച്ചൊരു ഇടങ്ങാറ് പിടിച്ച പരിപാടിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ അതിനിപ്പം മെയിനായിട്ട് ഇപ്പം ഷോർട്ട് വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് ഈ ബിഗ് ബോസ് വന്നൊരു സമയം ഉണ്ടല്ലോ, ഈ റോബിൻ്റെയൊക്കെ ബിഗ് ബോസ് വന്ന് ആ ഒരു സമയത്ത് ഞാൻ ശരിക്കും അനുഭവിച്ചൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ഈ ലോങ് വീഡിയോസ് കാണാൻ നിൽക്കലില്ല. ഷോർട്ട് വീഡിയോയിൽ ഇങ്ങനെ ഇതുപോലെ ഈ ക്ലിപ്പിങ്സ് വരുന്ന സമയത്ത് ഞാൻ അത് ഇരുന്ന് കാണും. അപ്പോൾ സജഷനിൽ പിന്നെയും ഇതിനെപ്പറ്റി വീഡിയോസ് വരും. അപ്പോൾ അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് അത് ശരിക്കും ഒരു ചീത്ത സ്വഭാവമാണ്, എല്ലാം നമുക്ക് അറിയാം. പക്ഷേ അതൊരു അഡിക്ഷൻ ആയിപ്പോയി. ആ ഒരു സമയത്ത് അങ്ങനെയാണ് ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്തിന് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളത് ശരിക്കും എനിക്കറിയാം എത്രത്തോളം ടൈമാണ് നമുക്ക്. 1 മിനിറ്റേ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടാവുള്ളൂ. നമ്മൾ അത് മനസ്സിൽ വെച്ചിട്ടാണ് ഓരോ ഷോർട്ട് വീഡിയോ കാണാനിരിക്കുക. പക്ഷേ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സമയം നമ്മളെ കയ്യിൽ നിന്ന് പോകും. ഒന്നും ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മളെ ഫോണിൽ തന്നെ സെറ്റിങ്സ് ഉണ്ട്. നമ്മൾ എത്ര സ്ക്രീൻ ടൈം ഒരു ദിവസം എടുക്കുന്നുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സെറ്റിങ്സിൽ പോയി നോക്കിയാൽ നമ്മൾ തന്നെ അന്തം വിട്ട കുന്തം പോലെ വിജറമ്പിച്ച് പോകും. അത്രയ്ക്ക് നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്, ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് സ്ക്രീൻ ടൈം. അപ്പോൾ അത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. പക്ഷേ നമ്മൾ എന്താക്കണം, നമ്മൾ സോഷ്യൽ മീഡിയനെ കൺട്രോൾ ചെയ്യാൻ ആദ്യം നമ്മൾ പഠിക്കണം. അപ്പോൾ ടൈം വേസ്റ്റ് ആവാണ്ട് നല്ലൊരു ലൈഫ് ചേഞ്ചറാക്കി മാറ്റാനും ഈ ഒരു സോഷ്യൽ മീഡിയനെ കൊണ്ട് പറ്റും. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ ഫോണിൻ്റെ സെറ്റിങ്സിലൊന്ന് പോയി നോക്കുക, എത്ര സ്ക്രീൻ ടൈം നിങ്ങൾ എടുക്കുന്നുണ്ട് ഒരു ദിവസം എന്നുള്ളത്. അതനുസരിച്ചിട്ട് അതെന്തായാലും കുറയ്ക്കണം എന്നുള്ള തീരുമാനം എടുത്തിട്ട് ഇതുപോലെ സോഷ്യൽ മീഡിയനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. അങ്ങനെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്ന പരിപാടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടൈമർ മെത്തേഡ് യൂസ് ചെയ്യുക എന്നുള്ളത് നല്ല എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ടൈമർ മെത്തേഡ് വേറെ ഒന്നല്ല, നമ്മൾ എന്ത് ടാസ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു ടൈമർ അവിടെ ഓണാക്കി വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഓരോ ടാസ്കും പെട്ടെന്ന് ആ ഒരു ടൈമർ ഫിക്സ് ചെയ്ത് ആ ഒരു ടൈമറിൻ്റെ ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഈ ടൈമിനെ പല സമയത്തും നമ്മൾ ഈ ടൈമിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യൂലേ. നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ കുറച്ച് തുണി മടക്കാനുണ്ടെങ്കിലോ അവിടെ നിൽക്കട്ടെ, ഇതിപ്പോൾ എത്ര സമയം എടുക്കും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മടക്കിയൊക്കെ വെച്ച് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സിങ്കിലുള്ള പാത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ വെക്കട്ടെ എത്ര സമയം എടുക്കും ഇപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി തീരാൻ വേണ്ടിയിട്ട്, അവിടെ വെക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ നേരെ മറിച്ച് ഒരു ടൈമറും വെച്ചിട്ട് വേഗം നമ്മൾ ആ ഒരു ടൈമറിൻ്റെ ഉള്ളിൽ ഒരു 5 മിനിറ്റ് വെച്ച് ഈ പാത്രങ്ങൾ കഴുകാൻ 5 മിനിറ്റ് ഒക്കെ ധാരാളമാണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ കുറച്ചധികം പാത്രങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ടൈമർ അവിടെ ഓണാക്കി വെച്ചിട്ട് ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ഞാനിത് ചെയ്ത് തീർക്കുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. ഉറപ്പായിട്ട് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് അത് ആ ഒരു ടാസ്ക് അത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ടൈം എന്നുള്ള സംഗതി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം ആയതുകൊണ്ട് നമുക്ക് ആരോടും പൈസ എടുത്ത് വാങ്ങേണ്ട കാര്യമില്ല, അങ്ങനെ വാങ്ങാനിട്ട് പറ്റൂല. അങ്ങനത്തെ ഒരു സംഗതി ആയതുകൊണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾക്കൊന്നും നമുക്ക് വലിയൊരു വില ഉണ്ടാവില്ല അല്ലേ. ആ നേരെ മറിച്ച് നമുക്ക് ഒരു 2000 റുപ്യാണ് നമ്മളെ കയ്യിൽ നിന്ന് പോണത്, അല്ലെങ്കിൽ 1 മണിക്കൂറാണ് നമ്മളെ കയ്യിൽ പോകണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഏറ്റവും മൂല്യം കൊടുക്കുക 2000 റുപ്യ നമ്മളെ കയ്യിൽ നിന്ന് പോയല്ലോ എന്നുള്ള കാര്യത്തിനായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി മനസ്സിൽ വെക്കുക. നമുക്ക് പൈസേനേക്കാളും വിലയുള്ളൊരു സംഗതിയാണ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിനെ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈമർ മെത്തേഡ് ഒരുപാട് ഉപയോഗം ചെയ്യും. അപ്പോൾ നമുക്ക് മാറ്റി വെച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിയും കൂടി കുറയ്ക്കാൻ പറ്റും ഈ ഒരു ടൈമർ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വിഷ്വൽ പ്ലാനർ എന്ന് പറയുന്നത് അത് നമ്മളെ ടൈമിന് ഒരുപാട് സേവ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതിലിപ്പോൾ നമുക്ക് നമ്മളെ വീട്ടമ്മമാരുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കുക്കിങ്ങിൻ്റെ കാര്യം ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. ചെറിയ രീതിയിൽ കോംപ്രമൈസ് വരുത്തിയാലും ടൈമിൻ്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താലും ഈ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ അധികം കോംപ്രമൈസ് വരുത്താൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ. അങ്ങനെ വരുത്തി കഴിഞ്ഞാൽ തന്നെ അതൊരു ഇരട്ടിപ്പണിയായിട്ട് നമ്മൾ തന്നെ ചെയ്ത് തീർക്കും വേണ്ടി വരും. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഒരു വിഷ്വൽ പ്ലാനറായിട്ട് നമ്മൾ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കുറേ ടൈം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ വീക്കിലി മീൽ പ്ലാനിങ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ മന്ത്ലി മീൽ പ്ലാൻ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സിമ്പിൾ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ലൊരു മീൽ പ്ലാനിങ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ലീനിങ് ഷെഡ്യൂൾ ഉണ്ടാക്കുക. അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ ക്ലീനിങ് ഷെഡ്യൂൾ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ അടിക്ക് നിന്നിട്ട് വീട് മൊത്തത്തിൽ വൃത്തികേടായി കഴിഞ്ഞെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഭക്ഷണവും ഇല്ല വെള്ളവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ അടിക്ക് നിന്നിട്ട് ഭയങ്കര ക്ഷീണം പിടിക്കുന്ന ഒരു പരിപാടിയായിരിക്കും ഫുൾ ഡീപ്പ് ക്ലീൻ ചെയ്യാന്നുള്ളത്. ഇങ്ങനെ ഒരു ക്ലീനിങ് സിസ്റ്റം ഓരോ മാസത്തേക്ക് ഓരോ ദിവസം ഓരോരോ ഏരിയ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദിവസം ഒരു ടാസ്ക് മാത്രം ചെയ്താൽ മതി. അങ്ങനെ അത് നമുക്ക് ഫോളോ ചെയ്ത് ആ മെയിൻറ്റെയിൻ ചെയ്ത് പോരുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട് നല്ല രീതിയിൽ നമുക്ക് വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ വേണ്ടി കൺസിസ്റ്റൻ്റ് ആയിട്ട് വൃത്തിയിൽ കൊണ്ടുനടക്കാൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ മഹാലമ്പായി കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഒരു ഡീപ്പ് ക്ലീനിങ് ആവശ്യമായിട്ട് വരിക.
അതാണെങ്കിൽ എങ്ങനെ തലകുത്തി മറിഞ്ഞാലും നമുക്കൊരു തൃപ്തി വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ അത്രയും പണിയെടുത്താൽ മാത്രമേ നമ്മൾ ആ ഒരു വിചാരിച്ച ലെവലിലേക്ക് നമ്മളെ വീട്ടിനെ ആ ഒരു ക്ലീനിങ്ങിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതിന് പകരമായിട്ട് ഇതുപോലെ ഒരു നല്ലൊരു ക്ലീനിങ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ ഈ മെനു പ്ലാനിൻ്റെ കാര്യത്തിലും ചെറിയ രീതിയിൽ ആദ്യം ചെറുങ്ങനെ തുടങ്ങിയാൽ മതി. വീക്കിലി മീൽ പ്ലാൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ മന്ത്ലി ഒരു മീൽ പ്ലാൻ ഉണ്ടാക്കുക, അങ്ങനെയൊന്നും തുടങ്ങാണ്ട് ആദ്യം തലേ ദിവസം ഇരുന്നിട്ട് അടുത്ത ദിവസത്തേക്ക് എന്തൊക്കെയാണ് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് ഒരു പേപ്പർ എടുത്ത് എഴുതി വെച്ചിട്ട് അങ്ങനെ ഒന്ന് തുടങ്ങി നോക്കുക. ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. കുറേ ടൈം വേസ്റ്റ് ആവുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു പ്ലാനിങ് ഇല്ലാത്ത ഒരു ലൈഫ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ടൈം വേസ്റ്റ് ആയി പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹോബീസിൽ നമുക്കൊരു കൺട്രോൾ കിട്ടാത്ത അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. ആ ഒരു അവസ്ഥയാണ്. അത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹോബീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളെ സന്തോഷമാണ്. അപ്പോൾ അതിൽ നമ്മൾ മുഴുകിപ്പോണ സമയത്ത് നമുക്ക് അവിടെ ടൈം വേസ്റ്റ് ആവണ കാര്യം അത് പെട്ടെന്ന് അത് ശ്രദ്ധിക്കാൻ പറ്റില്ല, അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പം ഗാർഡനിങ് ഒരു ഹോബി ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഡ്രോയിങ്, സ്റ്റിച്ചിങ്, പെയിൻറ്റിങ്, അങ്ങനെ ഒരുപാട് ഹോബീസുള്ള ആൾക്കാരുണ്ട് അല്ലേ. അങ്ങനെ ഈ ഹോബീസൊക്കെ ഔട്ട് ഓഫ് കൺട്രോൾ ആവണ സമയത്ത് അത് കണ്ടെത്തിയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. കാര്യം ഏകദേശം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു എന്താ പറയുക, ഈ ഗാർഡനിങ് ഒരു ഹോബി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിൻ്റെ അടുത്ത് തന്നെ കുറേ സമയം ഈ ചെടികളെ കൂടെ നടക്കാനും ചെടികളെ വളർച്ച കാണാനും അതൊക്കെ കുറേ സമയം ആ ഒരു ചെടികളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അല്ലേ. അപ്പോൾ ഒരു കുറേ സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ ഫാമിലി ടൈം പോലും കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു ടൈം ഉണ്ടല്ലോ, നല്ല ക്വാളിറ്റി ടൈം, ആ ടൈം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും ഇതുപോലെ ഹോബീസ് നമ്മളെ കൺട്രോൾ ചെയ്യാത്ത ആ ഒരു അവസ്ഥ വരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ മുഴുകി അവസാനം കിടക്കാൻ സമയമാകുമ്പോൾ നമുക്കൊരു റിഗ്രറ്റ് വരാൻ തുടങ്ങും. നമ്മൾ ആലോചിക്കുന്ന സമയത്താവും ഈ ദിവസം ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിനി, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ എന്തായാലും വേണ്ടിയില്ല, നാളെ ആവട്ടെ എന്ന് വിചാരിക്കും. ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങോട്ട് തീർന്നല്ലോ, ഇനിയിപ്പോൾ നാളെ ആവട്ടെ എന്ന് വിചാരിക്കും. നാളെ ഇതന്നെയായിരിക്കും പരിപാടി ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് അതിലൊരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹോബീസ് നമ്മൾ ചെയ്യണം. എല്ലാ ദിവസവും നമുക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കണം. നമ്മളെ സന്തോഷം കണ്ടുപിടിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ആ ഒരു ഹോബീസിലൊരു കൺട്രോൾ ഇല്ലാണ്ട് നമ്മൾ സമയം ചെലവഴിക്കണം. ആ ഒരു കാര്യമാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യണ കാര്യം ഇതുപോലെ ഒരു കൺട്രോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് നല്ല ബോധ്യമുള്ള കാര്യമായിരിക്കും. എന്നാലും നമ്മൾ ഈ നോ പറയാൻ മടിച്ചിട്ട് ഏറ്റെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലേ. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കാണ്ടിരിക്കാം. അതിന് നോ പറയേണ്ട സ്ഥലമാണെന്നുണ്ടെങ്കിൽ നോ തന്നെ പറഞ്ഞത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞാൽ ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ, നമ്മളെ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ എടുത്തിട്ട് ഓരോരുത്തർക്കും ഓരോന്നും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെ കൊണ്ടൊരു യൂസ് ഉള്ളതുകൊണ്ടാണ് നമ്മളോട് ആ കാര്യങ്ങൾ പറയണത്. അപ്പം നമുക്ക് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളുണ്ടാവും. എല്ലാ കാര്യത്തിനും നോ പറയണം എന്നല്ല കേട്ടോ ഞാൻ പറയണത്. നമുക്ക് ചെയ്ത് തീർക്കാൻ മസ്റ്റായിട്ട് നമ്മളെ ലൈഫിലൊരു പുരോഗതി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്കത് ചെയ്ത് തീർക്കണം എന്നുള്ള, അല്ലെങ്കിൽ നമുക്കത് പെൻഡിങ് ആക്കാൻ പറ്റാത്തൊരു ജോലി നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരം വേറെ ആളെന്ത് വിചാരിക്കും, ഓരോട് അത് നോ പറഞ്ഞാലെന്ന് വിചാരിച്ചിട്ട് ഓര് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളത് നമ്മളെ ലൈഫിനെ ബാധിക്കും. അപ്പം നമ്മൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫാണ് അല്ലേ. അത് ഞാനീ പറഞ്ഞത് ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾ കാണരുത് കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ ചില കാര്യങ്ങളുണ്ട്, ചില ആൾക്കാർ നമ്മളെ വല്ലാണ്ട് യൂസ് ചെയ്തിട്ട് ഓരോ കാര്യത്തിന് വേണ്ടി മാത്രം നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഓരോട് നോ പറയേണ്ട സ്ഥാനത്ത് നമ്മൾ നോ തന്നെ പറഞ്ഞ് ശീലിക്കണം. അതിപ്പോൾ നമ്മളെ മക്കളെ ആയാലും അങ്ങനെ പറഞ്ഞ് ശീലിക്കാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കണം എന്നുള്ളതാണ്. ഈ നോ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ധിക്കാരാണ്, അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റൂല എന്ന് പറയുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും അങ്ങനെ ഞാൻ പിന്നെയും എടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നോ പറഞ്ഞ് അങ്ങനെ തള്ളണം, ഒറ്റ വെട്ടിന് 2 മുറി എന്നുള്ള ആ ഒരു രീതിയിലല്ല കേട്ടോ ഞാൻ പറയണത്. നമുക്ക് പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മളത് ഏറ്റെടുക്കാണ്ടിരിക്കുക എന്നുള്ളത് നമ്മൾ ശീലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ ടൈം ഒരുപാട് വേസ്റ്റ് ആവുന്ന ഒരു കാര്യം കൂടിയാണ്. പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ട് അതൊക്കെ എങ്ങനെ ചെയ്ത് തീർക്കും ആ ഒരു സ്ട്രെസ്സ് വേറെ ഭാഗത്തുണ്ടാവും. നമുക്ക് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ വേറെ ഭാഗത്തുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് നോ പറയേണ്ട കാര്യങ്ങൾക്ക് നോ തന്നെ പറയാം.
പിന്നെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്ന ഒരു കലാപരിപാടിയാണ് ഈ തെരഞ്ഞു നടന്ന് ടൈം വേസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ എന്തെങ്കിലും സാധനം വെച്ച് കഴിഞ്ഞാൽ വെച്ചോടത്ത് കാണൂല, അല്ലെങ്കിൽ ആ സാധനം നല്ല ഭദ്രമായിട്ട് എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടാവും, പിന്നെ ആ സ്ഥലം ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ ഒരു സാധനത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം ഇല്ലാണ്ടാവുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാം. അപ്പോൾ അതിനുള്ളൊരു പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള ഓരോ സാധനത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു സ്ഥാനത്ത് ആ ഒരു സാധനം ഉണ്ടാവും എന്നുള്ളത് നമ്മളെ വീട്ടിലുള്ള ആൾക്കാർക്കും അറിയണം. നമുക്ക് ഒരാളോട് ആ ഒരു സാധനം അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം അവിടെ ഉണ്ടാവും ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മളെ വീട്ടിലുള്ള ഓരോ സാധനത്തിനും നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് അതിനൊരു സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ഈ വലിച്ചു വാരി ഇടുക, അല്ലെങ്കിൽ വലിച്ചു വാരി ഒരു സ്ഥലത്ത് വലിച്ചു വാരി കിടക്കുക എന്നുള്ള ആ ഒരു പരിപാടി നിൽക്കും. ഈ സ്ഥാനം ഇല്ലാണ്ട് കിടക്കുന്ന സാധനങ്ങളാണ് അവിടെ ഇവിടേക്ക് ആയിട്ട് ഇങ്ങനെ പരന്ന് കളിക്കാം. അതിനൊരു സ്ഥാനം, ഇപ്പം എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു സ്ഥാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ വേഗം ആ ഒരു സ്ഥാനത്തേക്ക് ആ സാധനം എടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ക്ലീൻ ആയില്ലേ. അപ്പോൾ എല്ലാവർക്കും അതറിയാം, ആ ഒരു സ്ഥാനത്ത് ആ ഒരു സാധനം തിരഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ, തിരഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സാധനം കിട്ടുന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് കാര്യത്തിനും എല്ലാവരും നമ്മളങ്ങനെ വിളിക്കില്ലേ, അതെവിടെയുള്ളത്, ഇതെവിടെയുള്ളത്, ഇതെടുത്താന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മളെ ടൈം കുറേ വേസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെയുള്ളതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ആ ഒരു സാധനം അവിടെയാണ്, അതിൻ്റെ ആ സ്ഥാനം എന്ന് പറയുന്നത് അവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓടി നടഞ്ഞ് എല്ലാം ഇങ്ങനെ എല്ലാവരുടെ കയ്യിലും കൊണ്ടുകൊടുക്കുന്ന ആ ഒരു പരിപാടി നിർത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ നമ്മളെ വീട്ടമ്മമാർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി നമ്മൾ ടൈം വേസ്റ്റ് ആക്കണ കുറച്ച് ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കും നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഹോം മേക്കറായിട്ട് മാറാൻ വേണ്ടി പറ്റും. നല്ല രീതിയിൽ നമ്മളെ ഫാമിലി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതിൻ്റെ കൂടെ നമുക്ക് നമ്മളെ ടൈം സേവ് ചെയ്തുകൊണ്ട് നമ്മളെ ലൈഫ് നല്ല രീതിയിൽ ഒരു നെക്സ്റ്റ് ലെവൽ എന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല രീതിയിൽ ടൈമിനെ ഓർഗനൈസ് ചെയ്ത് കിട്ടും, നമ്മളെ കയ്യിലുള്ള ടൈമിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് ടൈം വേസ്റ്റേജ് നമുക്ക് കുറയ്ക്കണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ ഇതിന്ന് ഞാൻ വിട്ടുപോയ കുറേ കാര്യങ്ങളുണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ കുറേ കാര്യങ്ങൾ, ഇത് ആഡ് ചെയ്യണമെന്ന് തോന്നിയ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും നിങ്ങൾ മറന്നു പോകരുത്. അത് വേറുള്ള ആൾക്കാർക്കും നമുക്കായാലും അതൊരു ഉപകാരമുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാ ഇത്രയൊക്കെ കാര്യങ്ങളാണുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡേ ഇൻ മൈ ലൈഫും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.